ഹലോ എവ്രി വൺ, വെൽക്കം ടു നയൻ അക്കാദമി. സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി. 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ശ്രുതി തരംഗം, വയോമിത്രം, ആരോഗ്യകിരണം, വിമുക്തി. ഇതിൽ 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? ഉത്തരം വയോമിത്രം. എന്താണ് വയോമിത്രം പദ്ധതി? 65 വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി ആണ് വയോമിത്രം. രണ്ടാമത്തെ ചോദ്യം, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വിദ്യാകിരണം, ശ്രുതി തരംഗം, ആരോഗ്യകിരണം, ആശ്വാസകിരണം. ഇതിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കിടക്കയിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ആരോഗ്യകിരണം. ആരോഗ്യകിരണമാണ് 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി. മൂന്നാമത്തെ ചോദ്യം, മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് താലോലം, ഹൃദ്യം, ബാലമുകുളം, ആയുർദളം. ഇതിൽ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഉത്തരം താലോലം. എന്താണ് താലോലം പദ്ധതി? മാരകരോഗങ്ങൾ ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. നാലാമത്തെ ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ലീപ്, മെഡിസെപ്പ്, ഉഷസ്, ഉജ്ജ്വല. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഉത്തരം മെഡിസെപ്പ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാരുണ്യ, സ്നേഹപൂർവം, സ്നേഹാശ്വാസം, സ്നേഹസ്പർശം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം. എന്താണ് സ്നേഹസ്പർശം പദ്ധതി? കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. ആറാമത്തെ ചോദ്യം,
ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പൊൻവാക്ക്, സ്നേഹപൂർവം, ആശ്വാസനിധി, സ്നേഹസ്പർശം. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെപ്പറ്റിയുള്ള വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പൊൻവാക്ക്. എന്താണ് പൊൻവാക്ക് പദ്ധതി? ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെപ്പറ്റിയുള്ള വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. ഏഴാമത്തെ ചോദ്യം, നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എൻ്റെ കൂട്, ഷീ ലോഡ്ജ്, ആശ്രയ, എൻ്റെ വീട്. ഇതിൽ നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ കൂട്. എട്ടാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ആർദ്രം, സീതാലയം, സ്നേഹസ്പർശം, സാന്ത്വനം. ഇവയിൽ സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം സ്നേഹസാന്ത്വനം. എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി. ഒൻപതാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാരുണ്യ, ആർദ്രം, താലോലം, ആശ്രയ. ഇവയിൽ സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതിയുടെ പേര് ഉത്തരം ആർദ്രം. എന്താണ് ആർദ്രം പദ്ധതി? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ആണ് ആർദ്രം. പത്താമത്തെ ചോദ്യം, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് ഡാഷ്. ഏതാണ് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് മൃതസഞ്ജീവനി, മിഠായി, ജീവൻ, ഉഷസ്. ഇവയിൽ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? ഉത്തരം മൃതസഞ്ജീവനി. എന്താണ് മൃതസഞ്ജീവനി പദ്ധതി? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 11ാമത്തെ ചോദ്യം, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി ടൈപ്പ് 1 പ്രമേഹം അഥവാ ടൈപ്പ് 1 ഡയബറ്റിസ് ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്
സൗജന്യ ഇൻസുലിൻ, ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, കൗൺസിലിംഗ് എന്നിവ നൽകുന്ന പദ്ധതി ഏത്? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി ടൈപ്പ് 1 പ്രമേഹം അഥവാ ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഇൻസുലിൻ, ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ ലൈക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ, കൗൺസലിംഗ് എന്നിവ നൽകുന്ന പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മൃതസഞ്ജീവനി, മിഠായി, ജീവൻ, ഉഷസ്. ഉത്തരം മിഠായി. എന്താണ് മിഠായി പദ്ധതി? കേരള സാമൂഹിക സുരക്ഷാ മിഷൻ വഴി ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, സൗജന്യ ഇൻസുലിൻ, ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, കൗൺസിലിംഗ് എന്നിവ നൽകുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി. പന്ത്രണ്ടാമത്തെ ചോദ്യം, കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കേരള സർക്കാർ നടപ്പിലാക്കിയ സുകൃതം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് എയ്ഡ്സ്, ക്ഷയം, പ്രമേഹം, ക്യാൻസർ. ഇതിലെ ഏത് രോഗവുമായി ബന്ധപ്പെട്ടാണ് സുകൃതം പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിയത്? ഉത്തരം ക്യാൻസർ. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സുകൃതം പദ്ധതി. പതിമൂന്നാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതി. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതി. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് അമൃതം ആരോഗ്യം, ആരോഗ്യ കേരളം, വയോമിത്രം, ശ്രേഷ്ഠം. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. എന്താണ് അമൃതം ആരോഗ്യം? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള ഗവൺമെൻറ് രൂപീകരിച്ച പദ്ധതി അമൃതം ആരോഗ്യം. പതിനാലാമത്തെ ചോദ്യം, കേരള സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാരായ കലാകായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി. കേരള സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാരായ കലാകായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻസ് ശ്രേഷ്ഠം, മന്ദഹാസം, സ്നേഹയാനം, ചിരി. കേരള സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷിക്കാരായ കലാകായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠം പദ്ധതി. പതിനഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ കോർപ്പറേഷൻ അഥവാ അല്ലെങ്കിൽ മുനിസിപ്പൽ പരിധികളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പ്രധാന പദ്ധതി ഏതോ? കേരളത്തിലെ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ മുനിസിപ്പൽ പരിധികളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പ്രധാന പദ്ധതി. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് വയോമിത്രം, സഹായം, പുഞ്ചിരി, സന്തോഷം. ഉത്തരം വയോമിത്രം പദ്ധതി. എന്താണ് വയോമിത്രം പദ്ധതി? കേരളത്തിലെ കോർപ്പറേഷൻ അഥവാ മുനിസിപ്പൽ പരിധികളിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ പരിധികളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം. താങ്ക് യു.